ആയുധം ഉപേക്ഷിക്കില്ലെന്ന് ഹമാസ് നിലപാട് ആവർത്തിച്ചു. വെടിനിർത്തലിൻ്റെ പ്രധാന കരാർ വ്യവസ്ഥയിൽ രണ്ടാമത്തെ ഭാഗം വരുന്നത് ഹമാസ് കീഴടങ്ങുകയും അതോടൊപ്പം തന്നെ ആയുധങ്ങൾ അടിയറവ് വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് അതൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ള നിലപാട് ഹമാസ് ആവർത്തിക്കുകയാണ്. 21 ഇന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പദ്ധതിയിൽ 6-7 കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഹമാസ് അംഗീകരിച്ചത് എന്നും ബാക്കിയുള്ളവ കൃത്യമായ രീതിയിൽ പഠനത്തിന് വിധേയമാക്കിയ ശേഷം മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന കാര്യവും മുൻപ് പറഞ്ഞതാണ് എന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹമാസ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യവും കൃത്യതയോടുകൂടി തന്നെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. അതിനവർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. 20 ബന്ദികളെ മോചിപ്പിച്ച ശേഷം തിരിച്ച് ഹമാസ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഹമാസ് കരാർ വ്യവസ്ഥ പ്രകാരം മധ്യസ്ഥരോട് പറഞ്ഞ അത്രയും ഫലസ്തീൻ തടവുകാരെ പറഞ്ഞ പ്രകാരം ലിസ്റ്റ് പ്രകാരം മോചിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് തന്നെ കരാർ ലംഘനമാണ്. ഈ ഒരു ആവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തു വരുന്നത്. മാത്രവുമല്ല, ഗസ അതിർത്തിയുടെ ഭാഗത്ത് വെടിവെപ്പ് നടത്തി 9 ഫലസ്തീനികൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ കൊല്ലപ്പെടുകയും ചെയ്തു. യാതൊരു തരത്തിലുള്ള അക്രമ കാര്യങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാവില്ല എന്ന് കരാർ വ്യവസ്ഥയിൽ പറയപ്പെട്ടതാണ്. അവർ അത് ലംഘിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബന്ദികളുടെ മൃതദേഹം കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് അവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. വളരെ പെട്ടെന്ന് ബന്ദികളെ കൈമാറ്റം ചെയ്യാൻ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ശ്രമം നടത്തുകയാണ്. 4 മൃതദേഹം ഒരു ഘട്ടത്തിലും മറ്റ് 4 മൃതദേഹം മറ്റൊരു ഘട്ടത്തിലും കൈമാറിയിട്ടുണ്ട്. ബാക്കി മൃതദേഹം കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങളത് പഠിച്ചു വരികയാണ്. മാത്രമല്ല, വ്യത്യസ്ത മേഖലകളിലും ഏരിയകളിലുമാണ് ഈ പറയപ്പെട്ട ബന്ദികളുടെ മൃതദേഹം ഉള്ളത്. അതിനപ്പുറം ഇത് ഒരു വിഭാഗത്തിൻ്റെ കൈവശത്തിൽ മാത്രമല്ല, വ്യത്യസ്ത ആളുകളുടെ കൈവശത്തിൽ വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത രൂപത്തിലുമാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നതിനാൽ അതിനെ ക്രോഡീകരിച്ചെടുക്കുക എന്നുള്ളത് സമയമെടുക്കേണ്ടതാണ്. അതിന് വാഹന സൗകര്യവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഭാഗങ്ങളും തകർത്തെറിയപ്പെട്ടതിനാൽ ആ മേഖലയിലൂടെ വളരെ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. അങ്ങനത്തെ കുറേ വിഷയങ്ങളാണ് പറഞ്ഞത്. തീർത്തും ന്യായപരമായിരിക്കുന്ന വിഷയമാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് താൽക്കാലികമായ രീതിയിൽ ഗസയുടെ ഒരു ഏരിയയിലേക്ക് ഒതുങ്ങിക്കൂടുകയും പിന്നീട് ഗസയ്ക്കകത്ത് വന്നിട്ട് ഈ ഹമാസിനെ നിരായുധീകരിക്കുന്ന അടക്കം, അതായത് വീണ്ടും അക്രമം നടത്താനുള്ള രീതികൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ആലോചിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ അമേരിക്കയുടെ പ്രസിഡൻ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നത് മറ്റൊരു രീതിയും കൂടിയാണ്. ഈ സാഹചര്യങ്ങൾക്ക് എന്ത് വേണം? മാറ്റങ്ങൾ വരണം. ആ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ വലിയ ശ്രമങ്ങൾ ഹമാസ് തന്നെ നടത്തുന്നത് എന്ന തരത്തിലാണ് കാര്യം. അവരുടെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ബന്ദികളുടെ മോചനത്തിന് ശേഷം ആക്രമിക്കുകയാണ് എന്ന തരത്തിലാണ്. അതിനുള്ള സംവിധാന കാര്യങ്ങൾ ഗസ ഭൂപ്രദേശത്ത് ഞങ്ങളും ഒരുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുക്കുന്നുണ്ട് എന്ന തരത്തിലാണ്. ഇത്രയും 2 വർഷത്തിനിടയിൽ ഈ ബന്ദികൾ ഒളിക്കപ്പെട്ടിരിക്കുന്ന മേഖല ഏതെന്ന് ഒരു തലത്തിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അപ്പോൾ സമാനമായ രീതിയിൽ ആയുധങ്ങളും സംവിധാനങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ കണ്ടെത്താൻ സാധിക്കാത്ത വിധമുള്ള സംവിധാനങ്ങൾ തങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ നിരായുധീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ ആലോചിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഈ മേഖല ഒന്നുകൂടി സംഘർഷസ്ഥിതിയിലേക്ക് മാറാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞത് ഇത്തരമൊരു ആക്രമണത്തിൻ്റെ രീതി ഇസ്രായേൽ തുടരുകയാണെങ്കിൽ തങ്ങൾ മാറി ചിന്തിക്കും എന്ന തരത്തിലാണ്. മധ്യസ്ഥ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ തുർക്കി നിർണായകമായിരിക്കുന്ന കക്ഷിയായിട്ട് തന്നെ അവിടെ മാറിയിട്ടുണ്ട്.
വളരെ കൃത്യതയോടുകൂടി നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൈനികരെ വിന്യസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ തുർക്കി പറഞ്ഞിരിക്കുന്ന കാര്യം, ഗസയുടെ അധിനിവേശം ഇസ്രായേൽ നടത്തപ്പെടുന്ന രീതിയാണ് അവരുടെ നിയന്ത്രണത്തിൽ, അതായത് വിദേശ രാജ്യങ്ങളുടെ സൈനികരെ നിയമിക്കണം എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. അതൊരിക്കലും ഭൂഷണമല്ല, അനുവദിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞ സമയത്താണ് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സൈന്യം താൽക്കാലികമായി ഈ മേഖലയിൽ പ്രവർത്തിക്കണം എന്ന രീതിയിലേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുക അമേരിക്കയാണ് എന്ന് പറഞ്ഞതോടുകൂടി മുസ്ലിം രാജ്യങ്ങൾക്ക് വലിയ എതിർപ്പായി. അറേബ്യൻ രാജ്യങ്ങളുടെ സൈനികർക്ക് ഈ അമേരിക്കയുടെ സൈനിക മേധാവികൾ നേതൃത്വം നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്ന സമയത്ത് തങ്ങളുടെ രാജ്യത്ത് അത് സാരമായിട്ട് ബാധിക്കും. നമ്മുടെ സാംസ്കാരികപരമായിരിക്കുന്ന തനിമ പൊലിഞ്ഞു പോകുന്ന രീതിയാണ്, അത് അനുവദിക്കാൻ പറ്റില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊരു രൂപം ഇപ്പോഴും ആയിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി പറയുകയാണെങ്കിൽ അധിനിവേശ ശക്തികളാണ് ഇസ്രായേൽ. അവരാണ് എല്ലാ വിഷയങ്ങളും ഉണ്ടാക്കുന്നത്, അവരാണ് എല്ലാ ക്രൂരമായിരിക്കുന്ന പ്രവർത്തികളും ചെയ്യുന്നത്. അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു. ഇസ്രായേലിൻ്റെ ധാർഷ്ട്യത്തിനെതിരെ തീർച്ചയായിട്ടും ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവും. തങ്ങളുടെ ദേശത്തേക്ക് അധിനിവേശം നടത്തിയ വിഭാഗമാണ്, അവരിട്ടെറിഞ്ഞ് പോവുകയാണ് വേണ്ടത്. മാത്രമല്ല പ്രധാനമായിരിക്കുന്ന ഒരു ചോദ്യം പല രാജ്യങ്ങളും ചോദിച്ചത് ഇപ്പോഴും പ്രസക്തമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അവർ ചോദിക്കുന്നത്, മധ്യസ്ഥത വിഷയത്തിൽ ഒരുപാട് രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടും ബന്ദിമോചനവും തടവുകാരുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ ചർച്ചാ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പാലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു ഏകോപനം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ഇത്രയും പ്രസിദ്ധമായിരിക്കുന്നൊരു മീറ്റിങ്ങിന് സാധിച്ചിട്ടില്ല എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. ആ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് ഇറാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ട് തന്നെ ചില രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. തുർക്കിയാണ് പരാമർശിച്ചത് എന്നും പറയുന്നു. ഫലസ്തീൻ സ്വാതന്ത്ര്യം നമ്മളെ പ്രധാനമായിരിക്കുന്ന അജണ്ടയായിട്ട് വന്നുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ ഊന്നിയിരിക്കുന്ന അഭിപ്രായം പറയാൻ വേണ്ടി രാജ്യങ്ങൾ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു പൂർണ്ണ രൂപത്തിൽ എത്തിയിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുക, സംസാരിക്കുക, അതാണ് ഉചിതമായിരിക്കുന്ന കാര്യം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന മറുപടി. അത് ബന്ദിമോചനമാണ്, പുനർനിർമ്മാണമാണ്, സമാധാനമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് രാജ്യം മാറുകയാണ്, യുദ്ധമില്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന അഭിപ്രായങ്ങൾ പറയാം എന്നുള്ളിടത്തേക്ക് അമേരിക്ക തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതികൾ പൂർണ്ണമായിരിക്കുന്ന ഒരു സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നിരായുധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസ് കയ്യില്ല എന്ന്, അത് അനുവദിക്കില്ലെന്നും എന്നാൽ അത് അനുവദിച്ചേ പറ്റൂ എന്ന് അമേരിക്ക വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു തലത്തിലേക്ക് ഈ യുദ്ധം മാറുമോ എന്നൊരു ഭയപ്പാടുമുണ്ട്. ഇപ്പോൾ ഗസ നിവാസികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. അത് എത്രത്തോളം ഉണ്ട് എന്ന് വരും ദിവസങ്ങൾ നമുക്ക് കണ്ടറിയേണ്ടതാണ്.